മാവേലി എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായി എന്ന വാർത്ത വരുന്നു. മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന മാവേലി എക്സ്പ്രസിന്റെ ജനൽ ഗ്ലാസുകൾ കല്ലേറിൽ തകർന്നു. തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് എന്നാണ് നിഗമനം. അജീഷ് ജയകുമാറാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ആരാണിത് ചെയ്തത്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? നിലവിൽ ആ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസ് ഇത് മംഗലാപുരത്ത് എത്തിയപ്പോഴാണ് അവിടെ നടത്തിയ പരിശോധനയിലാണ് ട്രെയിനിന്റെ പിൻഭാഗത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലും ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള AC കമ്പാർട്ട്മെന്റിലും ഈ ജനൽ ചില്ലുകൾ തകർന്നതായി കണ്ടെത്തിയത്. ഈ ജനറൽ കമ്പാർട്ട്മെന്റിലെ ഗ്ലാസ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപ്പൊ രാവിലെ പരിശോധിച്ചപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ചില ആളുകളോട് RPF വിവരം ആരായുകയായിരുന്നു. അപ്പോഴാണ് ഈ പുലർച്ചെയാണ് ഈ ശബ്ദം കേട്ടത് എന്ന് യാത്രക്കാരികൾ പോലീസിനോട് RPFനോട് പറഞ്ഞത്. ആ സമയം ഈ തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിലുള്ള ഭാഗത്ത് ആയിരുന്നു ഈ ട്രെയിന് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ഭാഗത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്നുള്ള നിഗമനത്തിൽ RPF എത്തിയത്. നേരത്തെ ഒരു 8-ാം തീയതിയും സമാനമായ ഒരു ആക്രമണം വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന് നേരെയും ഉണ്ടായിരുന്നു. ആ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഗ്ലാസ് തകരുകയും ചെയ്തു. എന്തായാലും ഇത് സാമൂഹ്യ വിരുദ്ധരാണോ, ഈ സംഘടിതമായിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഈ തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് അവിടെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. ഈ വന്ദേഭാരതിന്റെ നേരെയുള്ള ആക്രമണം നടത്തിയവരെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.